തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിയുടെ പല പ്രഖ്യാപനങ്ങളും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് ആവുന്ന പ്രഖ്യാപനങ്ങളാണ്. പലയിടത്തും പല ജനങ്ങളും ആഗ്രഹിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇങ്ങനെ ഒരു കാര്യം വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും ജോസഫ് വിജയും തമ്മിൽ കണ്ടു. പ്രധാന വിഷയം എന്ന് പറയുന്നത് തൂഫാൻ തന്നെയാണ്. ഇനി അതിർത്തിയിലൂടെ തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടോ ഇനി ലഹരിയുമായി വരുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ടൊരു പിടിവീഴുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം തൂഫാൻ അതിർത്തി വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കുന്ന ഒരു രീതിയിൽ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ബൗണ്ടറി, ആ ഒരു ബോർഡറിൽ തന്നെയാണ് ഈ ഒരു പിടി വീഴാൻ ഇനി ഒരു സാധ്യതയുള്ളത്. ഇനി ജോസഫ് വിജയ് കൂടി കേരളത്തിന്റെ തൂഫാൻ ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വിജയുടെ അടുത്ത കാലത്തെ പല പ്രഖ്യാപനങ്ങളും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നതിൽ പ്രധാനമായിട്ടൊന്ന്, ഈ സാധാരണ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ബോഡി വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യമുണ്ട്. കാരണം പണം അടയ്ക്കുക, ഒരു ഭീകരമായിട്ടുള്ള തുകകളൊക്കെ ആയിരിക്കും പലപ്പോഴും അവർ വിലയിടുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു തുക അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ബോഡി വിട്ടുകൊടുക്കാൻ പറ്റാത്ത, വിട്ടുകൊടുക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആംബുലൻസ് വിട്ടുകൊടുക്കാത്ത അവസ്ഥ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഈ മൃതദേഹമൊക്കെ ചുമന്നുകൊണ്ടൊക്കെ പലരും വീടുകളിലേക്കൊക്കെ പോകുന്ന ഒക്കെ ദൃശ്യം നമ്മൾ കണ്ടതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ ബിൽ അടയ്ക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ ആർക്കും അവരോട് ഇത്ര വലിയ തുക ചോദിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ. പലയിടത്തും ഈ സ്വാഭാവികമായിട്ടുള്ള മരണം എന്ന രീതിയിൽ ഈ മെഡിക്കൽ എററുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ തന്നെ പിഴവുകളായിരിക്കാം. പക്ഷേ കുഴപ്പമില്ല, ഇത്ര ഭീമമായ തുക അടച്ചുകൊണ്ട് അവർ ബോഡി എടുത്തോണ്ട് പൊക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റില്ല. ഇനി ഒരു രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തേ പറ്റുള്ളൂ. അഥവാ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അങ്ങനെ സാധാരണ രീതിയിൽ തള്ളിക്കളയാനും പറ്റില്ല. അവിടെയും അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നിന്ന് ആരെങ്കിലും പണം ഈടാക്കുകയാണെങ്കിൽ അതും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടിയിലേക്കൊക്കെ ആയിരിക്കും കടക്കുന്നത്. ഇതിനു മുൻപ് വിജയുടെ ഒരു മിന്നൽ പരിശോധന നമ്മൾ കണ്ടതാണ്. ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ഒരു ആശുപത്രി. അവിടെ നിന്ന് ഒരു സ്ത്രീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. വിജയ് തന്നെ ജനിച്ച ആശുപത്രിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ആശുപത്രിയിൽ വിജയ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതാ ഞങ്ങൾ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്തൊരു ആശുപത്രിയാണിത്. അത് പോരാഞ്ഞിട്ട് അവിടുത്തെ ജീവനക്കാർ ഭക്ഷണം കൊടുക്കുന്നില്ല, ജീവനക്കാർക്ക് കൈക്കൂലിയും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വാർത്ത, വീഡിയോ പുറത്തേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജയുടെ തന്നെ മിന്നൽ പരിശോധനയും ജീവനക്കാരെ തന്നെ സ്പോട്ടിൽ പിരിച്ചുവിടുന്ന ആ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വിജയ് സ്വീകരിക്കുന്ന പലപ്പോഴും ജനങ്ങൾക്ക്, കുട്ടികൾക്ക്, വനിതകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പല തീരുമാനങ്ങളും, കുട്ടികൾക്കായി അവരുടെ ഭക്ഷണക്രമത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം, പല സംസ്ഥാനങ്ങളും അല്പം ഒന്ന് മടിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭക്ഷണക്രമത്തിൽ കുറച്ചുകൂടെ അത്രയധികം പ്രോട്ടീൻ റിച്ച് ആക്കുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് മുട്ടയും ചിക്കനും മറ്റും എല്ലാം കൃത്യമായി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് കൊടുക്കാന്ന് പറയുന്നത് അത്രയങ്ങ് താല്പര്യമില്ലാത്തതാണ് പലയിടത്തും. അപ്പൊ അവിടെ നിന്നൊക്കെ മാറി ഇത് കൊടുക്കാനുള്ള മറ്റൊരു ബദലായിട്ട് കാണുന്നത് ജയിലിലേക്ക് അത് കൊടുക്കാതിരിക്കുക. അപ്പോൾ ജയിലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭക്ഷണക്രമം അവസാനിപ്പിച്ചുകൊണ്ട് അത് സാധാരണപ്പെട്ട കുട്ടികളിലേക്ക് എത്തുക, സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുക. അതൊക്കെ പലയിടത്തും പല നേതൃത്വങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊക്കെ വിജയ് നടപ്പിലാക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഡ്രൈ ലാൻഡ് ആക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക്. ഡ്രൈ ലാൻഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും മദ്യ നിരോധനമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കള്ള് ഷാപ്പുകളാണെങ്കിലും മദ്യവിൽപ്പനശാലകൾക്കും ഒരു പൂട്ടിടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ കൊണ്ടുവരാനായി വിജയ് ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും ജനങ്ങൾക്ക് വിജയിയോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോടുള്ള ഇഷ്ടത്തെ ഒന്നുകൂടെ കൂട്ടുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ കരൂർ ദുരന്തം അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. വിജയെ സംബന്ധിച്ചിട്ടാണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കാണാനായിട്ട് വരുന്ന വേളയിൽ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നു. വിജയ്ക്കെതിരെ ഒരുപാട് ജനങ്ങൾ അവിടെ സംസാരിക്കുന്നു. കാരണം വിജയ് നോക്കിയില്ല, അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടിയിട്ടാണ് അത്ര ദൂരം താണ്ടി ആ ഒരു ആരാധകരൊക്കെ അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു വിയോഗത്തിൽ ഒരുപാട് രാഷ്ട്രീയപരമായി തന്നെ വിജയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിട്ടൊരു സംഭവമാണ് കരൂർ ദുരന്തം. അപ്പോൾ കരൂർ ദുരന്തം നടന്ന അതേ സ്ഥലത്തേക്ക്
വിജയ് എത്തുന്നതും വിജയ് തനിക്കുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു മാനസിക സംഘർഷത്തെ പറ്റി തുറന്ന് ജനങ്ങളോട് തന്നെ സംസാരിക്കുകയാണ്. കരൂറിനെ മറന്നതല്ല. കരൂർ ദുരന്തത്തെ അല്ലെങ്കിൽ താൻ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാക്കിയതോ സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ തന്റെ ഇടപെടലുകളല്ല അതിന്റെ കാരണമെന്നും കൃത്യമായി അന്നത്തെ സർക്കാർ സംവിധാനത്തെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന വിജയിയെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ വിജയിയെ കൂടെ നിർത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ എന്താണോ അത് സംസാരിക്കാനും അതിൽ പ്രത്യേകിച്ച് ഭയം ഉണ്ടാവാതിരിക്കുക. ഇപ്പോൾ മുല്ലപ്പെരിയാറിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം കേരളത്തെ സംബന്ധിച്ച് അത്ര നല്ല ഒരു തീരുമാനമല്ല വിജയ് എടുക്കുന്നതെങ്കിൽ പോലും പക്ഷെ ഇത് തമിഴ് മക്കൾക്ക് ഏറ്റവും അനുചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വിജയ് കടക്കുന്നത്. ഒരു മറ്റ് നമുക്ക് അയൽ സംസ്ഥാനത്തിന് ഏറ്റവും അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധത്തെ കുറച്ചുകൂടെ ഊട്ടിയുറപ്പിക്കുക അല്ലെങ്കിൽ നമ്മളും തമിഴ്നാടും തമ്മിൽ ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ചാണ്. അപ്പൊ ആ ഒരു ഡാമിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി പുതിയൊരു ഡാം നിർമ്മിക്കുക അല്ലെങ്കിൽ കരാർ പുതുക്കുക. അതിന്റെ അപ്പുറത്തേക്കും വിജയ്ക്ക് പ്രധാനം എന്ന് പറയുന്നത് തന്റെ ജനങ്ങൾ തന്നെയാണ്. കാരണം അത്തരം ഒരു തീരുമാനത്തിലേക്ക് വിജയ് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ വിജയ്ക്ക് എതിരാകുമെന്നും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളൊക്കെ വിജയ്ക്കെതിരെ പ്രവർത്തിക്കുമെന്നുമുള്ള ഒരു ധാരണ കൃത്യമായിട്ടുണ്ട്. വിജയുടെ വിജയം തന്നെ പലരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയധികം ദ്രാവിഡ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്ന ജനങ്ങളായതുകൊണ്ട് തന്നെ ആരാധനയ്ക്കപ്പുറത്തേക്കും അവിടെ രാഷ്ട്രീയം വരുമ്പോഴേക്കും പലർക്കും തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഇനി അഥവാ വിജയ്ക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഭരണം അത്ര അങ്ങ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം തമിഴ്നാട്ടിൽ ഒരുക്കുകയില്ല എന്നൊരു ഭയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭയം വിജയ്ക്ക് ഒരിക്കലും വന്നിട്ടില്ല. വിജയ്ക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയാം. എവിടെയൊക്കെയാണോ ജനങ്ങളുടെ പൾസ് അതും കൃത്യമായി അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിജയുടെ ഇപ്പോൾ ഇതുവരെയുള്ള വിജയുടെ ഓരോ നിലപാടുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോൾ കേരളവും തമിഴ്നാടും ഒന്നിക്കുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അല്പം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ തൂഫാന്റെ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വരികയാണ്. ഇനി അതിർത്തിയിലേക്ക് കടക്കുന്ന ഈ ചരക്ക് വാഹനങ്ങളാണെങ്കിൽ ശരി, ഈ ചരക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപൊരു വിഷയം വന്നതാണ് ഈ കൈക്കൂലി അമിതമായി വാങ്ങുന്ന ഒരു വിഷയം. അപ്പൊ അതിലും വിജയ് എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ഇനി കൈക്കൂലികളൊക്കെ തന്റെ സംസ്ഥാനത്ത് ആരെങ്കിലും വാങ്ങുകയാണ് എങ്കിൽ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെ ഇനി കൈക്കൂലി നമ്മുടെ തമിഴ്നാട്ടിൽ കൈക്കൂലിയുടെ അങ്ങനെ ഒരു വിഷയം ഇനി ഉണ്ടാകില്ല. അതിലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും പറയുന്നൊക്കെ കേട്ടു ഇപ്പോൾ ബോർഡർ വിട്ടു പോകുന്ന സമയത്ത് അങ്ങനെ കൈക്കൂലിക്കായിട്ട് വരുന്ന ആളുകൾ ഇല്ല, വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനർത്ഥം പരിശോധന ഇല്ലാതാക്കുമെന്നല്ല, ഇനി പരിശോധന കടുപ്പിക്കുമെന്നാണ് അത് അർത്ഥമാക്കുന്നത്. ലഹരി വേട്ട കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കാണ് വ്യാപിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് രമേശ് ചെന്നിത്തലയും വിജയും ഒന്നിക്കുന്നതിന്റെ ഒരു അവസരം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കേരളത്തിന്റെ തൂഫാൻ കണ്ടു, തമിഴ്നാട്ടിന്റെ തൂഫാൻ എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം.